السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. സ്നേഹത്തിൻ്റെ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് സംസാരിക്കുവാനുള്ള കഴിവും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി പറയുവാനുള്ള കഴിവും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേക്കുറിച്ച് പറഞ്ഞു, അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. പരമകാരുണ്യകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു നൽകി, മനുഷ്യനെ സൃഷ്ടിച്ചു. വഅല്ലമഹുൽ ബയാൻ, അവന്റെ ഹൃദയത്തിലുള്ള അവന്റെ മനസ്സിലുള്ള കാര്യങ്ങളെ വ്യക്തമാക്കി സംസാരിക്കുവാനുള്ള കഴിവും അല്ലാഹു നൽകി. അതേപോലെ തന്നെ നാവ് എന്ന അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ വലിയൊരു അനുഗ്രഹമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അതിനെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അലം നജ്അൽ ലഹു ഐനൈൻ, മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പ്രപഞ്ചം കാണുവാനും അതിന്റെ മനോഹാരിത ആസ്വദിക്കുവാനുമുള്ള രണ്ട് കണ്ണുകൾ നൽകിയില്ലേ? വലിസാനൻ വശഫതൈൻ, അതുപോലെ തന്നെ സംസാരിക്കുവാൻ നാവും രണ്ട് ചുണ്ടുകളും അല്ലാഹു നൽകിയിട്ടില്ലേ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ചോദിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നാവ് എന്ന അനുഗ്രഹം, അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുവാൻ നൽകിയ കഴിവിന് അല്ലാഹുവിനെ നന്ദി കാണിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമുക്കറിയാം നാവ് കൊണ്ട് എത്രയെത്ര അപകടങ്ങളാണ്, ഫിത്നകളാണ്, പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആളുകൾക്കിടയിലുള്ള ബന്ധം പരിപൂർണമായി കൊണ്ട് വിച്ഛേദിക്കപ്പെടുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ ഹൃദയങ്ങൾക്ക് മുറിവുണ്ടാകുന്ന പല അവസ്ഥകളും നാവ് കൊണ്ട് സംഭവിക്കാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മുടെ നാവിനെ എങ്ങനെ വിനിയോഗിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ പറയണം, എന്തിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണമെന്ന് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ടോ അതെല്ലാം കൃത്യമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിലാണ് നാവുമായി ബന്ധപ്പെട്ട വിഷയത്തെ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, അക്സറു മാ യുദ്ഖിലുൻ നാസ അന്നാർ അൽഫമു വൽ ഫർജ്. ധാരാളമായി ജനങ്ങളെ നരകത്തിലേക്ക് എത്തിക്കുന്ന രണ്ട് അവയവങ്ങളാണ്, ഒന്ന് നമ്മുടെ വായ, നമ്മുടെ സംസാരവും, രണ്ടാമത്തത് ഗുഹ്യാവയവും എന്ന്. ഒരിക്കൽ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനിൽ ജന്ന വയുബാഇദുനി മിനൻ നാർ. സ്വർഗ്ഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് എന്നെ വിദൂരത്താക്കുന്നതും ഒഴിവാക്കുന്നതുമായ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അമലുകളെക്കുറിച്ച് താങ്കൾ എനിക്കൊന്ന് പറഞ്ഞു നൽകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലഖദ് സഅൽത സുആലൻ അളീമൻ. താങ്കൾ എന്നോട് ചോദിച്ചിട്ടുള്ളത് വലിയൊരു ചോദ്യമാണ്, എങ്കിലും ചോദിച്ച ആ കാര്യത്തിനുള്ള മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുക, അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുവാൻ പാടില്ല, നമസ്കാരം കൃത്യമായി മുറപ്രകാരം നിർവഹിക്കുക, റമദാനിലെ നോമ്പ്, നിർബന്ധമായ നോമ്പ്
ഒരിക്കലും അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അത് കൃത്യമായി കൊണ്ട് അത് നോറ്റ് വീട്ടുക. അതേപോലെ തന്നെ പരിശുദ്ധമായ മക്കയിലേക്ക് കടന്നു ചെന്ന് ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ താങ്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കർമ്മങ്ങൾ സ്വർഗ്ഗപ്രവേശനത്തിന് സഹായിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തു. സുദീർഘമായ ഹദീസാണ്. ആ ഹദീസിൽ ഒരുപാട് അമലുകളെ കുറിച്ച്, ഒരുപാട് പ്രവർത്തനങ്ങളെ കുറിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവസാനം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അലാ യുഖ്ബിറുക ബിമിലാകി ദാലിക കുല്ലിഹി, ഇതെല്ലാം ഈ പ്രതിഫലങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മുആദ് താങ്കൾക്ക് ഞാൻ പറഞ്ഞു നൽകട്ടെയോ എന്ന്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുഫ അലൈക ഹാദാ, ഈ നാവുണ്ടല്ലോ, ഈ നാവിനെ നീ പിടിച്ചു വെക്കുക. നാവുമായി ബന്ധപ്പെട്ട മോശമായ സംസാരങ്ങൾ, ഗീബത്തും പരദൂഷണവും, മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന വാക്കുകൾ, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ നീ പിടിച്ചു വെക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഹൽ യകുബുന്നാസു ഫിന്നാരി അലാ വുജൂഹിഹിം ഔ അലാ മനാഖിരിഹിം അലാ ഹസാഇദി അൽസിനതിഹിം, ധാരാളം ആളുകൾ നരകത്തിലേക്ക് മുഖം കുത്തി വലിച്ച് ഇഴക്കപ്പെടാനുള്ള കാരണം അവരുടെ നാവ് കൊണ്ടുണ്ടായ പല ദൂഷ്യഫലങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുമ്പോൾ, സഹോദരങ്ങളെ, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാവിനെ കൃത്യമായ രൂപത്തിൽ മോശപ്പെട്ട കാര്യങ്ങളിൽ വിനിയോഗിക്കാതെ ഏറ്റവും നല്ല രൂപത്തിൽ വിനിയോഗിക്കുവാൻ സാധിക്കണം. ഏറ്റവും നല്ല സംസാരം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അവസ്ഥ, അദ്ദേഹം നാവിനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹം നാവ് പുറത്തേക്കിട്ട് നാവിനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ അബൂബക്കർ താങ്കൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ നാവ് കൊണ്ട് എത്ര പ്രശ്നങ്ങളാണ് ഇനി നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നത് എന്ന് ആലോചിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ പ്രവർത്തിച്ചത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, മുൻകഴിഞ്ഞു പോയ സലഫു സ്വാലിഹീങ്ങൾ, സ്വഹാബാക്കൾ, അവർ നാവിനെ, സംസാരത്തിനെ അവർ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഇത്തരത്തിലുള്ള ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മഹാനായ സ്വഹാബി അബൂ ദുജാന റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണാശയ്യയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചില അദ്ദേഹത്തിന്റെ അനുയായികൾ കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് താങ്കളുടെ മുഖം ഇത്രമാത്രം ഒരു പ്രസന്നവദനായിക്കൊണ്ട് താങ്കൾ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ 2 കാര്യങ്ങൾ ഞാൻ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചിരുന്നു. ആ കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഉടനീളം ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു എന്ന് അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് ഒന്നാമതായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ ഞാൻ ഏർപ്പെട്ടിട്ടില്ല. ഗീബത്ത് പറഞ്ഞിട്ടില്ല, പരദൂഷണം പറഞ്ഞിട്ടില്ല, വേണ്ടാത്ത കാര്യങ്ങളിൽ കയറി അഭിപ്രായം പറഞ്ഞ് മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരവസ്ഥ എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറയുകയാണ്. രണ്ടാമതായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരു മുസ്ലിമിനെ കുറിച്ചും എൻ്റെ മനസ്സിൽ മോശമായിട്ടുള്ള ഒരു വിദ്വേഷമോ അല്ലെങ്കിൽ പ്രതികാരമോ അവരോടുള്ള ഒരു ദേഷ്യമോ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ, സഹോദരങ്ങളെ, സ്വഹാബാക്കൾ എത്രമാത്രം സംസാരത്തിനെ നിയന്ത്രിച്ചിരുന്നു, സംസാരത്തിലെ ഓരോ വാക്കുകളെയും അവർ എത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു എന്ന് ഈ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബാക്കളുടെയും ചര്യ കൃത്യമായി പിൻപറ്റി സംസാരത്തെ നിയന്ത്രിക്കണമെന്ന് വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിലാണ്, കൽപ്പനയായി കൊണ്ടാണ് വിശ്വാസികളോട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദ,
നേരെ ചൊവ്വായ വാക്കുകൾ കൊണ്ട് ചൊവ്വായ വാക്കുകൾ നിങ്ങൾ സംസാരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമ്മോട് പറയുമ്പോൾ അത് പിൻപറ്റുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാനടക്കം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ. ഇന്നത്തെ ഖുതുബയിൽ ഖതീബ് നാവുമായി ബന്ധപ്പെട്ട സംസാരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ പറഞ്ഞതിന് ശേഷം ഇന്ന് ജനങ്ങളുടെ ജീവിതത്തിൽ നാവിനാൽ സംഭവിക്കുന്ന വലിയൊരു വീഴ്ചയെ കുറിച്ചാണ് ഖതീബ് പിന്നീട് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. എന്തിനും അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി സത്യം ചെയ്യുക എന്ന ഒരു പ്രവണത ഇന്ന് ആളുകളിൽ അധികരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് എന്നുള്ള രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പിടിച്ചും മറ്റ് പല രൂപത്തിലും ആളുകൾ സത്യം ചെയ്യുന്നതായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, അധികമായി കൊണ്ട് സത്യം ചെയ്യുക എന്നുള്ളത് മോശമായ സ്വഭാവമായി കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, വലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ. ധാരാളമായിക്കൊണ്ട് എന്തിനും സത്യം പറയുന്ന ആളുകളെ താങ്കൾ ഒരിക്കലും അനുസരിക്കരുത്, അവരൊരിക്കലും താങ്കൾ പിൻപറ്റരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ ധാരാളമായി സത്യം ചെയ്യുന്നതിനെ പണ്ഡിതന്മാർ പറഞ്ഞത് അത് നിഫാഖിന്റെ അടയാളമാണ്, കാപട്യത്തിന്റെ, മുനാഫിക്കുകളുടെ അടയാളമാണ് എന്തിനും സത്യം ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അസത്യമായ മോശപ്പെട്ട ഒരു കാര്യത്തിന്റെ പേരിൽ അതല്ലെങ്കിൽ കളവായ ഒരു കാര്യത്തിന്റെ മേൽ സത്യം ചെയ്യുക എന്നുള്ളത് മുനാഫിക്കുകളുടെ അടയാളമായി കൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറഞ്ഞ വിഷയമാണ്. വയഹ്ലിഫൂന അലൽ കദിബി വഹും യഅലമൂൻ. വ്യാജത്തിന്റെ മേൽ, കളവിന്റെ മേൽ അവർ അറിഞ്ഞുകൊണ്ട് സത്യം ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ മുനാഫിക്കുകളുടെ അടയാളമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, കളവായിട്ടുള്ള വ്യാജമായിട്ടുള്ള ഒരു കാര്യത്തിന്റെ മേലും വിശ്വാസികളായ നമ്മുടെ ഭാഗത്തു നിന്നും സത്യം പറഞ്ഞുകൊണ്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ വളരെ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, അധികരിച്ചുകൊണ്ട് എപ്പോഴും സത്യം ചെയ്യുക എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞു. പിന്നീട് സത്യത്തിന്റെ ഗൗരവം, സത്യത്തിന്റെ ആ ഒരു പ്രാധാന്യം മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ട് അത് കളവിലേക്ക് വഴി നയിക്കുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകി. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്യാവശ്യമായിട്ടുള്ള സമയങ്ങളിൽ മാത്രം സത്യം ചെയ്തുകൊണ്ട് സംസാരിക്കുക. അതേപോലെ ഖതീബ് ഇന്ന് നമ്മോട് ഉണർത്തിയ മറ്റൊരു വിഷയമാണ്, ഇന്ന് ആളുകൾ സത്യം ചെയ്ത് സംസാരിക്കുമ്പോൾ പല വിഷയങ്ങളെയും തൊട്ട് സത്യം ചെയ്യുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധ്യാപനങ്ങളിൽ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു നൽകിയിട്ടുള്ള വിഷയമാണ്, മനുഷ്യർ സത്യം ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ട് മാത്രമേ സത്യം ചെയ്യുവാൻ പാടുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇന്നല്ലാഹ യൻഹാകും അനിൽ ഹലിഫി ബിആബായിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ വിളിച്ച് സത്യം ചെയ്യുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി കൊണ്ട് നിരോധിച്ചിട്ടുണ്ട്. വമൻ കാന ഹാലിഫൻ ഫല്യഹ്ലിഫ് ബില്ലാഹി ഔ ലിയസ്മുത്. നീ ആരെങ്കിലും സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ട് സത്യം ചെയ്യട്ടെ, അതല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന്. സഹോദരങ്ങളെ, നമുക്കറിയാം ഇന്ന് ആളുകൾ വിശുദ്ധ ഖുർആനിനെ തൊട്ട് സത്യം ചെയ്യുന്നവരുണ്ട്. ഉമ്മയാണ് സത്യം, ഉപ്പയാണ് സത്യം, അതുപോലെ തന്നെ മറ്റ് പല വാക്കുകളും ഉപയോഗിച്ചുകൊണ്ട് സത്യം ചെയ്യുന്ന ഒരു പ്രവണത ആളുകൾക്കിടയിൽ കാണുവാൻ സാധിക്കും. അതൊരിക്കലും അത് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചിട്ടുണ്ട് എന്ന് ശക്തമായ ഭാഷയിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് കഫറ ഔ അശ്റക. ആരെങ്കിലും അല്ലാഹു അല്ലാത്തവനെ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനിൽ കുഫ്ർ സംഭവിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ അവൻ ശിർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകി. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധ്യാപനങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദീനിൽ അടിയുറച്ചു നിന്ന്
തഖ്വയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ അടിയുറച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ധാരാളമായി കൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഖതീബ് നമ്മെ ഇവിടെ ഉണർത്തി. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തിനെ നിന്റെ ദീനിൽ ഉറപ്പിച്ച് നൽകണമേ എന്നുള്ള ഒരു പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂൽ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മളൊക്കെ എത്രമാത്രം പ്രാർത്ഥിക്കേണ്ടി വരും, എത്രമാത്രം ഗൗരവത്തിൽ ആ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, മുസൈലിമ എന്ന കള്ള പ്രവാചകനെതിരെ ഒരു യുദ്ധം നടക്കാൻ പോവുകയാണ്. ഈ യുദ്ധത്തിന് തൊട്ടു മുമ്പായിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരു സ്വഹാബി, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഒപ്പം ജീവിച്ച ഒരു സ്വഹാബി, അദ്ദേഹം പറഞ്ഞു, മുസൈലിമയെ നാളെ നമുക്കൊരു പാഠം പഠിപ്പിക്കണമെന്ന്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും സ്വഹാബാക്കളും മുസൈലിമയ്ക്കെതിരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി യമാമയിലേക്ക് കടന്നു ചെന്നപ്പോൾ മുസൈലിമയുടെ ആ ഒരു സംഘത്തിന്റെ പെരുപ്പവും അവരുടെ ആയുധത്തിന്റെ ആ ഒരു ശേഖരണവും മറ്റുള്ള കാര്യങ്ങളും കണ്ടപ്പോൾ ഇവിടെ മുസ്ലിമീങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട് ഇസ്ലാം സ്വീകരിച്ച വ്യക്തി, അദ്ദേഹത്തിന്റെ മനസ്സിനൊരു മാറ്റം വരികയാണ്. ഇന്ന് ഞാൻ വധിക്കപ്പെടുമോ, ഞാൻ കൊല്ലപ്പെടുമോ, മുസ്ലിമീങ്ങൾ പരാജയപ്പെടുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് പല ചിന്തകളും വന്ന് ഉടനടി അദ്ദേഹം മുസൈലിമയുടെ ഭാഗത്തേക്ക് മാറി കാഫിറായി പോയ ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഒപ്പം ജീവിക്കാൻ അവസരം ലഭിച്ച മനുഷ്യനടക്കം പിന്നീട് കുഫ്റിലേക്ക് അധംപതിച്ചു പോയ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളായിക്കൊണ്ടുണ്ടാകുമ്പോൾ സഹോദരങ്ങളെ, ദീനിൽ അടിയുറച്ച് നിൽക്കുവാനുള്ള ഒരു തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്നുള്ള പ്രാർത്ഥന സദാസമയവും നമ്മിൽ നിന്ന് ഉയരണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ നമ്മൾ ഓരോരുത്തരെയും അടിയുറപ്പിച്ച് നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തിന്മകളും അള്ളാഹു പൊറുത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.